വയനാട് തിരുനെല്ലിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള കുട്ടിയാനയെ അങ്ങനെ വനംവകുപ്പ് പിടികൂടിയിരിക്കുകയാണ്. കടുവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടായിരുന്നു കുട്ടിയാന നാട്ടിലിറങ്ങിയത്. ആനയെ പ്രാഥമിക ചികിത്സയൊക്കെ നൽകാനായി ഇപ്പോൾ തോൽപ്പെട്ടി വനം വകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തിരുനെല്ലി പഞ്ചായത്തിലെ മുള്ളൻകൊല്ലിയിലാണ് കുട്ടിയാന ജനവാസ മേഖലയിലെത്തിയത്. രാവിലെ വീട്ടുമുറ്റത്തും റോഡിലുമൊക്കെ കുട്ടിയാനയെ കണ്ട നാട്ടുകാർ അമ്പരന്നു. ആന പിന്നെയും കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. കുട്ടി ആനക്കൂട്ടത്തിനെ കണ്ടു. തള്ളയും കുട്ടിയും തള്ളയും കൂടെ ഉണ്ടായിരുന്നു. തള്ളയുണ്ട്. അപ്പോൾ കടുവ പിടിച്ചിട്ടാണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാണിത്. അങ്ങനെ കൂട്ടം തെറ്റിയതാണിത്. കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചു. RRT സംഘവും ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് വെറ്ററിനറി ടീമും സ്ഥലത്തെത്തി. കയറും വലയുമായി എത്തിയ വനപാലകരെ വെട്ടിച്ച ആന ഓടി. ഒടുവിൽ തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് വെച്ച വലയും കയറും ഉപയോഗിച്ച് ആനയെ കുടുക്കി. വനം വകുപ്പിന്റെ പിക്കപ്പിൽ കയറ്റി കുട്ടിയാനയെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞിനെ അന്വേഷിച്ച ആനക്കൂട്ടം കാടിറങ്ങി വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അര കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ആണ്. വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് ചിലപ്പോൾ കയറി വന്നേക്കാം. രാത്രി കാലങ്ങളിൽ എന്തായാലും എത്തും. കൊല്ലുന്ന കരച്ചിൽ കേൾക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.